നമസ്കാരം. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ CPM കൈവിടും. സർവകലാശാല പ്രതിസന്ധി മറികടക്കാൻ വൈസ് ചാൻസലറെ പിണക്കാതെയാകും കാര്യങ്ങളെടുക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ ഖിന്നനാണ്. ഈ സാഹചര്യത്തിലാണ് ഒത്തുതീർപ്പ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടേക്കും. രാജ്ഭവനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സർക്കാരിന് ഗുണം ചെയ്യില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെത്തിയതോടെ SFIയുടെ അതിരുവിട്ട പ്രതിഷേധത്തിലടക്കം CPM നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. ഇതോടെ അനുനയ നീക്കങ്ങൾക്ക് വേഗം കൂടി. മന്ത്രി ആർ ബിന്ദുവിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു. അതിനുശേഷമാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലുമായി ചർച്ച നടത്തിയത്. സിൻഡിക്കേറ്റിൽ മിൻസ് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം രജിസ്ട്രാർക്കാണ്. സസ്പെൻഷനിലാണെന്ന വാദത്തിൽ K.S. അനിൽകുമാറിനെ VC അംഗീകരിക്കുന്നില്ല. അദ്ദേഹം യോഗത്തിനെത്തിയാൽ VC എതിർക്കും. ബദൽ രജിസ്ട്രാർ മിനി കാപ്പനെ സിൻഡിക്കേറ്റും അംഗീകരിക്കുന്നില്ല. അനിൽകുമാറിനെ അവധിയെടുപ്പിച്ച് മാറ്റി നിർത്തിയുള്ള ശ്രമം. രജിസ്ട്രാറുടെ അവധി 10 ദിവസത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ VC അനുവദിക്കേണ്ടതുള്ളൂ. 10-ൽ കൂടുതലാണെങ്കിൽ സിൻഡിക്കേറ്റിനാണ് അധികാരം. അതായത് 10 ദിവസത്തിൽ കൂടുതൽ അനിൽകുമാർ അവധിയെടുക്കും. ഇതോടെ മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതലയിലുമെത്തും. സിൻഡിക്കേറ്റിൽ അന്വേഷണമോ മറ്റു പ്രഖ്യാപിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയ ശേഷം രജിസ്ട്രാറെ സർവകലാശാലയിൽ എത്തിക്കും. AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടിയാലോചന നടത്തിയിരുന്നു. വ്യാഴാഴ്ച തന്നെ മന്ത്രി VC ഡോക്ടർ മോഹൻ കുന്നുമലുമായി ആശയവിനിമയം നടത്തി. സർവകലാശാലയിലെ തർക്കം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് മാറരുതെന്ന് ആവശ്യപ്പെട്ടു. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് VC ക്ഷണിച്ചു. ഇതിനിടെ VCക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഗവർണറുടെ ഇടപെടലുണ്ടായി. പോലീസ് മേധാവിക്ക് രാജ്ഭവൻ കത്തയച്ചു. കനത്ത പോലീസ് കാവലിൽ വെള്ളിയാഴ്ച VC സർവകലാശാലയിലെത്തി. പിന്നീട് മന്ത്രിയുടെ വസതിയിൽ ചർച്ചയ്ക്കുമെത്തി. VCയെ തടയാൻ SFI വന്നുമില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു SFI വഴിമാറിക്കൊടുത്തത്. ഇതോടെ മോഹൻ കുന്നുമൽ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തുറന്ന മനസ്സുമായി എത്തി. രജിസ്ട്രാറുടെ കാര്യത്തിൽ സിൻഡിക്കേറ്റിനെ മാനിക്കണമെന്ന് മന്ത്രി VC അഭ്യർത്ഥിച്ചു. ജൂൺ 2-ന് സസ്പെൻഡ് ചെയ്തത് 6-ന് സിൻഡിക്കേറ്റ് റദ്ദാക്കി. ഇക്കാലയളവിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാം. എന്നാൽ അച്ചടക്ക നടപടി പിൻവലിക്കാനുള്ള സിൻഡിക്കേറ്റിന്റെ അധികാരം മാനിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. താൻ യോഗം പിരിച്ചുവിട്ട ശേഷമുള്ള സമാന്തര സിൻഡിക്കേറ്റ് നിയമപരമല്ലെന്നായിരുന്നു VCയുടെ വാദം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യം മന്ത്രി CPMനെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചു. ഇതോടെയാണ് അവധി ഫോർമുലയിലേക്ക് കാര്യങ്ങളെത്തിയത്. കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തിയ VC 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ടു. PhD ഫയലുകളും ബദൽ രജിസ്ട്രാർ മിനി കാപ്പൻ നേരിട്ട് കൈമാറിയ ചില ഫയലുകളും ഒപ്പിട്ടു. രജിസ്ട്രാർ K.S. അനിൽകുമാർ സർവകലാശാലയിൽ ഉണ്ടായിരുന്നെങ്കിലും VCയെ കണ്ടില്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഭരണസമിതി യോഗത്തിലും VC പങ്കെടുത്തു. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് കണ്ടത്. സർവകലാശാല സ്തംഭനം സർക്കാരിന് ക്ഷീണമായെന്ന CPM വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമവായ നീക്കം. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കണ്ടേക്കും. 20 ദിവസത്തിന് ശേഷമാണ് VC സർവകലാശാലയിൽ എത്തിയത്. പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയെ കാണാനെത്തിയത്. നേരത്തെ VCയെ സർവകലാശാലയിൽ കയറ്റില്ലെന്നായിരുന്നു SFI പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. ഇക്കാര്യം VC മന്ത്രിയെ ധരിപ്പിച്ചു. ഭരണത്തലവനായ ഗവർണറെ അപമാനിച്ചതുകൊണ്ടാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതെന്നാണ് VC പറഞ്ഞത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി ആർ ബിന്ദുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സർവകലാശാലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി VCയോട് ആവശ്യപ്പെട്ടു. കൂടിയാലോചിച്ച് തീരുമാനിക്കാമെന്ന് മന്ത്രി മറുപടി നൽകിയതായിട്ടാണ് സൂചന. സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണമെന്നതാണ് VCയുടെ നിലപാട്. സസ്പെൻഷൻ അംഗീകരിച്ചാൽ പ്രതിസന്ധിക്ക് അയവ് വരുമെന്നാണ് VC അറിയിച്ചത്. VCയുടെ നിലപാട് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാമെന്ന് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്.